ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ശുഭദിനം നേരുന്നു. ഞാനിന്ന് ഈ ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിൻ്റെ അറിവിലേക്കായിട്ടാണ്. കാരണം സാർ ഭരണത്തിലേക്ക് വന്നു, എല്ലാ കാര്യങ്ങളും അതുപോലെയെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം, എല്ലാ നന്മകളും നേരുന്നു. പക്ഷേ ഞാനിപ്പോൾ കണ്ടുവന്നത് പ്രിയദർശിനി വളരെ ഉപകാരമാണ്. പക്ഷേ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഈ പ്രിയദർശിനിയിൽ കയറാൻ അർഹതയുള്ളവർക്ക് മാത്രം അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കലക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും ലക്ഷങ്ങളും അല്ലെങ്കിൽ ആയിരങ്ങൾ ശമ്പളം ഉള്ളവർ പോലും ഈ ബസ്സിനായിട്ട് കാത്തു നിൽക്കുകയും ഓടി അതിൽ കയറുകയും ചെയ്യുന്നു. നമ്മൾ നാടിന് സഹായം ചെയ്യുമ്പോൾ അർഹതപ്പെട്ടവർക്ക് വേണം ചെയ്യാൻ. ഇത് ഉദ്ഘാടന വേളയിൽ ഒരു സ്ത്രീയോട്, ഒരു ചേച്ചിയോട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഈ ഒരു 3000 രൂപ അവരുടെ ഭർത്താവിന് മെഡിസിൻസ് മേടിക്കാൻ അവർക്ക് ഉപകരിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണം ആ ആനുകൂല്യങ്ങൾ കിട്ടാൻ. അല്ലാതെ ലക്ഷങ്ങൾ മേടിച്ച് ശമ്പളങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ മേടിക്കണവരും കയറുന്നു. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടും നമുക്ക് നാടിനോട് ഒരു കടമയും കടപ്പാടും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ ചെറുപ്പത്തിലും അങ്ങനെ സ്കൂളുകളിലും അതൊക്കെ പഠിച്ചു വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, കാരണം ഈ ബസ് ഓടണമെങ്കിൽ അതിന് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേണം, അതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു മാനദണ്ഡം വെച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ ഏതൊക്കെ ജില്ലകളിലാണെങ്കിലും അതിൻ്റെ ഒന്നും കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാനദണ്ഡങ്ങൾ നോക്കി കൊടുക്കണം. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ കാർഡ് കൊടുത്ത പോലെ ഓരോരുത്തരുടെ മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം ഞാൻ മിക്കപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ ഞാനതിൽ കയറാറില്ല, സത്യം. പിന്നെ എനിക്ക് കയറേണ്ടി വന്ന 1-2 സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം എറണാകുളം തോപ്പുംപടി ബസ് മിക്കപ്പോഴും കുറവാണ്. അതും കൂടി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം എറണാകുളത്ത് തോപ്പുംപടിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം നിന്നാലാണ് നമുക്ക് ആ ഒരു ബസ് കിട്ടുന്നത്. അതുപോലെ തിരിച്ചും. അപ്പോൾ നമ്മൾ വൈറ്റില ബസ്സിൽ കയറി നമ്മൾ അരൂർ ഇറങ്ങിയിട്ട് അരൂരിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് വേറെ ബസ്സില്ല, KSRTC ഈ പ്രിയദർശിനി പോലത്തെ ബസ് വരും. 2 പ്രാവശ്യം കയറി. വളരെ സങ്കടമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു മിനിമം ചാർജ് വെക്കുക. 10 രൂപ, അല്ലെങ്കിൽ ഒരു ഇത്ര ലോങ് പോയാലും ഒരു 20 രൂപ അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ ഇതനുസരിച്ച് വെക്കണം സാർ. മാനദണ്ഡം അനുസരിച്ച് കൊടുക്കണം. എല്ലാവരും ജീവിക്കണം. പിന്നെ സാറിന് അത്രയും പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാനൊരു വീട്ടമ്മ എന്നുള്ള ഇതിലും ഒരു സ്ത്രീ എന്നുള്ള ഇതിലും ഞാൻ പറയുന്നത്, ഒരുപാട് സ്ത്രീകൾ ചിലപ്പം വീട്ടമ്മയാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വീട്ടമ്മ, അതല്ല, വീട്ടമ്മയായിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ചില സമയങ്ങളിൽ 1 രൂപ പോലും വരുമാനം ഇല്ലാതിരിക്കുന്നവരുണ്ട്. അത് സാറൊന്ന് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ പ്രൈവറ്റായിട്ട് അവരുടെ വസ്ത്രങ്ങൾ മേടിക്കാനോ അവർക്ക് മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളൊരു ആഹാരം മേടിച്ച് കഴിക്കാനോ നിവർത്തിയില്ലാത്ത ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തൊന്നും ഒരു 10 രൂപ എടുക്കാൻ പോലും അവരുടെ കയ്യിലില്ല. അങ്ങനെയുള്ളവർക്ക് സാർ ഒരു മാസം 1000-ഓ 1500 രൂപയോ കർണാടക സർക്കാർ ചെയ്യുന്നത് പോലെ പെൻഷൻ ബേസിൽ കൊടുക്കണം. അത് വളരെ നന്നായിരിക്കും. നമ്മൾ പുറമൊക്കെ കാണുമ്പോൾ വെൽ ഡ്രസ്സിങ് ആയിരിക്കും, അവരെ കാണാൻ ചിലപ്പോൾ സുന്ദരിയായിരിക്കും, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. പക്ഷേ അവരുടെ ഉള്ളിൽ കഴിയുന്ന ഒരു കാര്യം ആർക്കും അറിയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അടിവസ്ത്രങ്ങൾ മേടിക്കാനോ അവർക്കൊരു മരുന്ന് മേടിക്കാനോ അവർക്കൊരു യാത്ര ചെയ്യാനോ അവർക്ക് ഇഷ്ടമുള്ളവർക്കൊരു 10 രൂപ കൊടുക്കാനോ ഉള്ള സാഹചര്യമില്ലാത്ത ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാം. അങ്ങനെ സാറ് ഈ പ്രായം നോക്കാതെ അല്ലെങ്കിൽ 60 വയസ്സിൽ മാത്രം പെൻഷൻ, അല്ലെങ്കിൽ വിധവകൾക്ക് മാത്രം പെൻഷൻ, അതല്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് സാർ അങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഈ ബസ്സിൻ്റെ കാര്യത്തിൽ സാർ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ഞാൻ കണ്ടത് കളക്ടറേറ്റിൽ ജോലിയുള്ളവരും സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ളവരും ഒരുപാട് ശമ്പളം മേടിക്കുന്നവരും ഓടിയ ബസ്സിൽ കയറുന്നുണ്ട്. അപ്പം അത് വളരെ നന്നായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ സാറ് ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ ഇത് കൊണ്ടുവന്നതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, മാനദണ്ഡം അനുസരിച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു പണം ആ രീതിക്ക് ചിലവാക്കുന്നതിലും വളരെ നന്നായിരിക്കുമെന്ന് ഈ എളിയ എൻ്റെ ഒരു അഭിപ്രായം. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ
സാറ് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം, ശുഭദിനം നേരുന്നു എല്ലാവർക്കും. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു.